നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അവിടെ മൊത്തം കറങ്ങി അടിച്ചേ ഒരു അവിടെ പോയി മുരിങ്ങയില വെച്ചല്ലേ. അമ്പടി സ്കൂളിലാക്കിയിട്ടേ ഞങ്ങൾ കുറേ പേര് പുറത്തുനിന്ന് കുറേ നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം അങ്ങ് മുരിങ്ങയിലയാണെന്നേ. മുരിങ്ങയില കണ്ടാലുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ, നമ്മൾ എവിടെ ആയാലും അത് ചാടി പറിച്ചിരിക്കും. പിന്നെ മുരിങ്ങക്കായും കൂടെ ഉണ്ട് കേട്ടോ. വെയിലങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ, ചൂട് കടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാം. ഞങ്ങൾ 2-3 പേരുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ റോഡേ പോകുമ്പോൾ കാണുന്ന മാവിനും അല്ലെങ്കിൽ നെല്ലിമരത്തിൽ നിന്നും ഒക്കെ നെല്ലിക്ക പിച്ചിയും മാങ്ങ പിച്ചിയൊക്കെ നടക്കത്തില്ലേ കൂട്ടുകാരും ഒക്കെ ആയിട്ട്. അതേപോലെ ഞങ്ങളിപ്പോൾ പോകുന്നത് കേട്ടോ. നല്ല മുരിങ്ങയ്ക്ക അയക്കുന്ന. ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞു ഇവിടെ വരെ ഒന്ന് വരാം. ആള് പറഞ്ഞു വേണ്ട, ആഗ്രഹിക്കാം അല്ലേ. ചോദിക്കാനും വേണ്ടായിരിക്കും. ദേ ഇവിടെയൊക്കെ നിൽക്കുന്ന കേട്ടോ. പിച്ചിക്കോളാൻ പറഞ്ഞു. ആളെന്ത് പറഞ്ഞോ എന്തോ, എന്തായാലും നമ്മൾ വിചാരിക്കുക പിച്ചിക്കോളനാണെന്ന്. അങ്ങനെ നമ്മൾ ധൈര്യമായിട്ടും കയറി അങ്ങ് പിച്ചു കേട്ടോ. ദേ ഇവിടെ ഒരു വീട്ടിലോട്ട് മുരിങ്ങയ്ക്ക ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച്. നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ദേ ഈ അമ്മയുടെ അവരുടെ വീട്ടിലാണെന്ന് മൊത്തം. അപ്പോൾ അവർ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് പിച്ചുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ മുരിങ്ങയ്ക്ക ഇപ്പോൾ ഉണ്ട്. ആരെയും ഒന്ന് അടിക്കോ? അടിച്ചേ ഇവിടെയുള്ളവർ ഇത് ഉപയോഗിക്കത്തില്ല കേട്ടോ. അതാ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു വീട് കേട്ടോ. ഇവിടുത്തെ ഒരു അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന് ഇതൊക്കെ പിച്ച് ചെയ്ത്. ആന കരിമ്പും കാട്ടി കയറുന്നതാണ് കേട്ടോ. ഞങ്ങളിത് മൊത്തം തൂത്തുവാരി പിച്ച്. നല്ല ചെമ്പരത്തേക്ക് നിൽക്കുന്ന കേട്ടോ, നമ്മുടെ നാട്ടിലെ കണക്ക്. എന്തോ ഒരു ചമ്മട് മുരിങ്ങ കിട്ടി. ഒക്കെയുള്ള വീടുകളുണ്ട്. സ്റ്റെപ്പ് അവിടെ തക്കാളിയൊക്കെ കിളിച്ചിരിക്കുന്നുണ്ട്. സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഗ്രാമപ്രദേശം പോലെ. ഇവിടുന്ന് കുറച്ച് പിച്ചത് നേരത്തെ. ഇതൊക്കെ വീടുകളാണ്, ചെറിയ വീടുകൾ. കുറേയൊക്കെ ഇതൊക്കെ പണിക്കാരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടങ്ങളാണ്. ബംഗാളികളും അങ്ങനെ ഒക്കെ ഉള്ളവർ. മലയാളികളും കാണും ചിലപ്പോൾ, അറിയത്തില്ല. പിന്നെ ഒമാനികളായിട്ടുള്ളവരുടെ വീടുകളും ഉണ്ട് അതിനിടയിൽ. മുരിങ്ങയ്ക്ക പിച്ചാൻ പോയിട്ട് വന്നൊരു കോലം കണ്ടോ? മുരിങ്ങയ്ക്ക പിച്ചാൻ പോയിട്ട് വന്നേ കേട്ടോ. ചൂട് കടുത്ത് വരുന്നുണ്ട്, നല്ലപോലെ ചൂടടിക്കുന്നു. അവിടെ മൊത്തം കറങ്ങി. നാട്ടിലെ കണക്ക്. തേയില തോരൻ വേണോ? മത്തേല തോരൻ വയ്ക്കാൻ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. അയ്യോ അതിലൊന്നും ഇറങ്ങണ്ട. ഇത് ചൊരക്കയാണ് കേട്ടോ ഈ കിടക്കുന്നത്. ആ ചൊരക്കയുടെ പൂവാ വെളുത്ത് വരുന്നത്. പാമ്പൊക്കെ കാണും കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ മുരിങ്ങയിലൊക്കെ വെച്ച് ഇനി തിരിച്ച് വീട്ടിൽ ഇതെല്ലാം കൊണ്ടുവന്ന് ആൾക്കാർക്കൊക്കെ കൊടുക്കണം. ചെമ്മടി മുരിങ്ങയില വെച്ച് കേട്ടോ. ഇനി ഇത് ഞാൻ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് കരുതി. അതൊന്ന് വേർതിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക നമ്മുടെ ഒരു സുഹൃത്തിന് കൊണ്ട് കൊടുക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ കുറേ പിച്ചയല്ലോ, പിച്ചുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നൊരു സന്തോഷമല്ലേ. അങ്ങനെ ആളുടെ ഫ്ലാറ്റിലോട്ട് പോവാം. സ്റ്റെപ്പ് കയറി വന്നപ്പം കാണുന്ന കാഴ്ചകളാ. പൊടിയടിച്ചിരിക്കുകയാണല്ല. അവിടെ ഏതോ ഫ്ലാറ്റ്, അവിടെ കേട്ടോ ഫ്ലാറ്റ് കൊണ്ട് കൊടുക്കട്ടെ. അവിടെ കുറച്ചൊക്കെ സംസാരിച്ച് മുരിങ്ങയിലയൊക്കെ കൊടുത്ത് ഇനി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇനി പിടിപ്പത് പണിയാണെന്നേ. കാരണം ഇത്രയും നേരം 10 മണി ആയിട്ടുണ്ടേ. ഇത്രയും നേരം പുറത്ത് കത്തി വെക്കലായിരുന്നു. പുറത്തൊക്കെ വന്നിട്ട് അപ്പോൾ ഇനി അംഗം തുടങ്ങണം. ഒന്നേന്ന് തുടങ്ങണം. കാപ്പിയൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ. ബൈ.